എന്താ ഗ്യാരേജിൽ നിന്നായിരിക്കും അല്ലേ? വണ്ടി ചെറുതായി ഒന്ന് ആക്സിഡന്റ് ആയി 2 ദിവസം മുന്നേ. അപ്പോൾ കുറച്ച് പരിക്കുകളുണ്ട്. വലിയൊരു ആക്സിഡന്റ് അല്ല, ചെറുതാണ്, മൈനർ ആക്സിഡന്റ് ആണ്. പക്ഷേ ഈ ഒരു 11 വർഷമായി ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ഒരു ആക്സിഡന്റ് ആണിത്. കഴിഞ്ഞ തവണ ഒരു 2-2.5 വർഷം മുമ്പ് ഉണ്ടായ ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. വണ്ടി എൻ്റെ മൊത്തം ടോട്ടൽ ലോസ് ആയിപ്പോയി. ഫ്രണ്ട് മൊത്തം ബോണറ്റൊക്കെ മൊത്തം പോയിരുന്നു. അന്ന് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും പിന്നെ എയർ ബാഗും പ്രവർത്തിച്ചു. എയർ ബാഗും പൊട്ടി പുറത്തേക്ക് വന്നതുകൊണ്ട് അന്ന് വേറെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. കൈക്ക് ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വണ്ടി എൻ്റെ ടോട്ടൽ ലോസ് ആയിപ്പോയി. 2 ദിവസം മുന്നേ ഒരു ചെറിയൊരു ആക്സിഡന്റ് ആണ്, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നെ രണ്ടിൻ്റെയും കാരണം എന്ന് വെച്ചാൽ ഇത്തവണ എൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്. ഞാൻ ഒരു ഫോണ് വന്നപ്പോൾ ഞാനിങ്ങനെ എടുക്കാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് മുന്നിലുള്ള ആൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടി. എനിക്ക് ബ്രേക്ക് കിട്ടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ കൊണ്ടുപോയി അതിൻ്റെ പുറകെ പോയി അടിച്ചു. ഞാനിതാ ഇവിടെയൊക്കെ പരിക്ക് പറ്റി. ഇതൊക്കെ വണ്ടി ഇടിച്ചിട്ടാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടായത്. നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നോർമലി റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഇവിടെ ദുബായിലുള്ള ഒരു ആൾക്കാർക്കൊന്നും ഫോണ് ഉപയോഗിക്കാണ്ട് നിൽക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ കഴിയുന്നതും പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ചില ആക്സിഡന്റ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിപ്പോൾ. ഇത് ഭാഗ്യത്തിന് എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ മറ്റോ വലിയ രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക, എയർ ബാഗ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം.